സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരും. അതുപോലെ കോഴിക്കോട് നിന്ന് വടക്കൻ കേരളത്തിലെ മഴയുടെ കാര്യമായി മിഥുലബാലൻ ചേരും. അതുപോലെ വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നുണ്ട്. ആദ്യം റിനു ശ്രീധറിലേക്ക്. റിനു, ഗുഡ് മോർണിംഗ് ടു ഓൾ അതേഴ്സ്. പറയൂ റിനു, എന്താണ് പൊതുവെ കേന്ദ്ര കാലാവസ്ഥ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്, ഏത് രീതിയിലാണ്? ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകുന്നത്. 3 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്നുള്ളതാണ്. മലയോര മേഖലകളിലും അതുപോലെ തന്നെ തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പുലർത്തണമെന്ന പ്രത്യേക നിർദ്ദേശവും ഉണ്ട്. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇടുക്കി, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. മഴയ്ക്കൊപ്പം അതിശക്തമായിട്ടുള്ള കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്നുള്ള ഒരു നിർദ്ദേശവുമുണ്ട്. 40 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. മലയോര മേഖലയിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവുമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഭയപ്പെടേണ്ടുന്ന സാഹചര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നത്. താങ്ക് യു. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.